സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഫ്രീക്വൻസി ആക്ച്വലി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, ഷിഫ്റ്റിങ്ങിൻ്റെ തിരക്കാണ്, പല കാര്യങ്ങൾ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട് ഇവിടെ. സോ അത് കാരണമാണ് ആക്ച്വലി വീഡിയോസ് ഒക്കെ ഡിലേ ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് ചെയ്യണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. അതായത് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് വീഡിയോസ് വീണ്ടും ചെയ്ത് തുടങ്ങാമെന്നായിരുന്നു ഡിസൈഡ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് പല പുതിയ ന്യൂസും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നത്. AMDയുടെ പുതിയ പ്രോസസ്സേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് വന്നു, ആൻഡ് NVIDIAയുടെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതും. നിങ്ങളിപ്പോൾ കാണാം ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. പഴയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല, പഴയ RGBയും കാര്യങ്ങളും PCയും കാര്യങ്ങളും ഒന്നുമില്ല ബാക്ക്ഗ്രൗണ്ടിൽ. ബിക്കോസ് എല്ലാം നമ്മൾ ഓൾറെഡി നാട്ടിലേക്ക് കാർഗോ ചെയ്ത് കഴിഞ്ഞു, ആൻഡ് ഫ്ലാറ്റും നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. സോ അതുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് നിങ്ങൾ കാണുന്നത്. ഒട്ടുമിക്ക PC ഹാർഡ്വെയറും കാര്യങ്ങളും ഞാൻ ഇവിടെ സെയിൽ ചെയ്തു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതൊക്കെ നാട്ടിലേക്ക് കാർഗോ ചെയ്തത്. ആൻഡ് ചില പാർട്സ്, അതായത് ബെഞ്ച് മാർക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചില കോമ്പണൻസും ചില ഗ്രാഫിക്സ് കാർഡ്സും പ്രോസസ്സേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നാട്ടിലേക്ക് കാർഗോ ചെയ്തത്. സോ ഹോപ്പ്ഫുള്ളി അതെന്തായാലും ഒരു മാസം കഴിഞ്ഞ് നാട്ടിലെത്തും. ആൻഡ് ജൂൺ മിഡ് ആകുമ്പം ഞാനും നാട്ടിലെത്തുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. അത് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും വീഡിയോസ്, നമ്മുടെ ഒരു റെഗുലർ ഫ്ലോയിൽ വീഡിയോസ് വരാൻ തുടങ്ങുന്നത്. അതിന് മുമ്പേ നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തെടുക്കണം. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇനിയും ഒരു സ്റ്റേബിളായിട്ട് വീഡിയോസ് വരുന്നത്. അതുവരെ എന്തായാലും മാക്സിമം ഈ സെറ്റപ്പിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് 1-2 വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോഴും എൻ്റെ കയ്യിൽ ലൈറ്റിങ്ങും സെറ്റപ്പും ട്രൈപോഡും ഒന്നും തന്നെ ഇല്ല, ആകെ ക്യാമറ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പേ ഒരു ബിൽഡ് ചെയ്തായിരുന്നു ഇടയ്ക്ക്, ഒരു അറൗണ്ട് 3.7 നിയർലി 4 lakhs റേഞ്ചിൽ വരുന്ന ഒരു ഏറ്റവും വലിയൊരു ബിൽഡ് നമ്മൾ ചെയ്തായിരുന്നു. 12900KF പ്രോസസ്സർ RTX 3090 യൂസ് ചെയ്തുകൊണ്ടുള്ളത്. അതും ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഒന്നാമത്തെ അതിന് ഷൂട്ട് ചെയ്യാനുള്ള ടൈം ഇല്ലായിരുന്നു. പാർട്സ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തത് ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. ആൻഡ് ഓൾസോ കംപ്ലീറ്റ് പ്രോപ്പർ എക്വിപ്മെന്റും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇൻ കേസ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില പോസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇപ്പോൾ കുറച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടി ഈ വിൻഡോയുടെ സൈഡിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ ട്രൈപോഡിന് പകരം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഫോണിന്റെ ബോക്സും ടേപ്പിന്റെ റോൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയോയുടെ കാര്യം 100% പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. ഈവൻ വീഡിയോയും എനിക്കറിയത്തില്ല എത്ര പെർഫെക്റ്റ്, എത്ര നല്ല ഇതായിട്ടാണ് വരുന്നത് എന്ന് എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. സോ എന്തെങ്കിലും കുറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ബേ വിത്ത് മീ. എല്ലാ കംപ്ലീറ്റ് സെറ്റപ്പ് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല പ്രോപ്പർ വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെ എന്തായാലും കുറച്ച് വീഡിയോസ് ഇതുപോലെ ആയിരിക്കും. സോ bear with me for that. Anyways, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AMDയുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രോസസ്സേഴ്സിൻ്റെ ലൈനപ്പിനെ കുറിച്ചും അതിൻ്റെ അനൗൺസ്മെൻറ്റിനെ കുറിച്ചാണ്. AMDയുടെ Ryzen 7000 സീരീസ് പ്രോസസ്സേഴ്സ്, ഡെസ്ക്ടോപ്പ് പ്രോസസ്സേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. സോ AMDയുടെ നെക്സ്റ്റ് ജനറേഷൻ പ്രോസസ്സേഴ്സ് വരുന്നു. പുതിയ ആർക്കിടെക്ചറാണ്, Zen 4 ബേസ്ഡ് AM5 പുതിയ സോക്കറ്റാണ്. ഇതുപോലത്തെ പല ന്യൂസും നമ്മൾ നേരത്തെ ഓൾറെഡി ഹോട്ട് ന്യൂസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഇപ്പം ഒഫീഷ്യലി AMD തന്നെ ഇതെല്ലാം ക്ലാരിഫൈ ചെയ്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ്, ബട്ട് സ്റ്റിൽ റീസെൻ്റ്ലി നടന്ന കോമ്പ്യൂടെക്സ് ഷോയിലാണ് AMD ഇത് അനൗൺസ് ചെയ്തത്. സോ റഫ്ലി fall of 2022 ആണ് AMD പറയുന്നത്. ദാറ്റ് ഈസ് ഒക്ടോബർ ടു ഡിസംബർ ടൈമിലായിരിക്കും ഇത് മാർക്കറ്റിൽ വരുന്നത്. ആൻഡ് Ryzen 7000 സീരീസിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ 5 nm പ്രോസസ് നോഡിൽ ചെയ്ത Zen 4 ബേസ്ഡ് ആർക്കിടെക്ചർ ആയിരിക്കും. AMD ക്ലെയിം ചെയ്യുന്നത് ഫസ്റ്റ് 5 nm ഡെസ്ക്ടോപ്പ് പ്രോസസ്സർ ആണെന്നാണ്. ആൻഡ് ഒബ്വിയസ്ലി Zen 4 ആർക്കിടെക്ചർ Zen 3 ആർക്കിടെക്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിരിക്കും. ഈച്ച് കോറിൽ 1 MBയുടെ L1 ക്യാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ L1 ക്യാഷ് മെമ്മറി ഡബിൾ ആണ് Zen 4 വരാൻ പോകുന്നത്. ആൻഡ് IPC പെർഫോമൻസ് നോക്കുവാണെങ്കിൽ AMD പറയുന്നത് 15% പഴയ ജനറേഷനുമായിട്ട് ഫാസ്റ്റർ ആണെന്നാണ്. ഈ 15% ആക്ച്വലി ശരിയാണോ എന്നറിയത്തില്ല, കാരണം പിന്നീട് പല ലീഗ്ഡ് ബെഞ്ച് മാർക്സിലൊക്കെ 30% to 40%ൻ്റെയാണ് ഗെയിൻ കാണുന്നത്. സോ AMD ചില കാര്യങ്ങൾ ഈ ഒരു അനൗൺസ്മെൻറ്റിൽ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. സോ എനിവേസ് ഇപ്പോഴത്തേക്ക് 15%നെയാണ് ഇൻക്രിമെൻറ്റ് പറയുന്നത്. മാക്സ് ബൂസ്റ്റ് ക്ലോക്ക് 5 GHz മേലെയാണ് ഓൾ കോഴ്സിൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് PCIe Gen 5 ആൻഡ് DDR5 RAM സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈവൻ ഫാസ്റ്റ് ആയിരിക്കും. സോ ഹയർ ക്ലോക്ക് സ്പീഡ്സും ഹയർ ബാൻഡ് വിത്തും കമ്പൈൻഡ് വിത്ത് DDR5 കൂടി വരുമ്പം പെർഫോമൻസിൽ നല്ല അപ്ലിഫ്റ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും ചിലർക്ക് ഇതൊരു അടിയായിരിക്കും.
DDR4 സപ്പോർട്ട് വരുന്നതല്ല, DDR5 മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഫ്യൂച്ചർ റൈസൻ പ്രോസസ്സേഴ്സ്. സോ അത് മേ ബി ഫ്യൂച്ചറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചെറിയൊരു അടിയായിരിക്കും. DDR5 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് മദർ ബോർഡും എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. ആൻഡ് അത് ആക്ച്വലി എക്സ്പെക്റ്റഡ് തന്നെയാണ്, കാരണം DDR5 ഓൾറെഡി ഇന്റൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഒബ്വിയസ്ലി AMDയും സ്റ്റാർട്ട് ചെയ്ത് കഴിയും. ഇനി അങ്ങോട്ട് DDR5 ആയിരിക്കും മോസ്റ്റ്ലി, കുറച്ച് കാലം കഴിഞ്ഞ് DDR5 ആയിരിക്കും മെയിൻ സ്ട്രീമിലോട്ട് വരാൻ പോകുന്നത്. സോ എനിവേസ് അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. സോ 7000 സീരീസ് പ്രോസസ്സേഴ്സിൽ മെയിൻലി AMD കോൺസെൻട്രേറ്റ് ചെയ്തത് ക്ലോക്ക് സ്പീഡ്സ് ആൻഡ് എഫിഷ്യൻസിയിലാണ്. കോർ കൗണ്ടിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, മാക്സിമം 16 കോർസ് ആണ് വരുന്നത്. ആൻഡ് ഓൾസോ AMD കാണിച്ച ഒരു ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിൽ Ghostwire Tokyo എന്നൊരു ഗെയിമിംഗിന്റെ ബെഞ്ച് മാർക്കാണ് കാണുന്നത്. മാക്സിമം ഒരു ഹയസ്റ്റ് മോഡൽ പ്രോസസ്സറിൻ്റെ ആണ് ബെഞ്ച് മാർക്ക്. നിയർലി 5.5 GHz ആണ്. ഇടയ്ക്കൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ട്, പക്ഷേ എന്നാലും ഓവറോൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു 5.4 to 5.5 GHz ക്ലോക്ക് സ്പീഡ്സ് ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് അത് ശരിക്കും പറഞ്ഞാൽ ഇംപ്രസീവ് ആണ്, ബിക്കോസ് AMD നമുക്കറിയാം ഇതുവരെ 5 GHz റേഞ്ച് എന്ന് പറയുന്നത് ഓവർക്ലോക്ക് ചെയ്താലേ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇത് ഓവർക്ലോക്ക് ചെയ്യാതെ നമുക്ക് 5.5 GHz വരെയാണ് കിട്ടുന്നത്. സോ അത് ശരിക്കും പെർഫോമൻസിൽ വലിയൊരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ലേറ്റർ AMD തന്നെ ക്ലാരിഫൈ ചെയ്തൊരു കാര്യമാണ്. 5.5 GHz ഓവർക്ലോക്ക് ചെയ്യാതെയാണ് അച്ചീവ് ചെയ്തത്. സോ പല ബെഞ്ച് മാർക്സ് ഇത് കഴിഞ്ഞിട്ട് റിവീൽ ആയിട്ടുണ്ട്. 5.8 GHz വരെ നമുക്ക് OC ചെയ്തുകൊണ്ട്, അതായത് ഓവർക്ലോക്ക് ചെയ്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പല ബെഞ്ച് മാർക്സ് പിന്നീട് വന്നിട്ടുണ്ട് ഈ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട്. സോ 5.4 to 5.5 GHz വിത്തൗട്ട് ഓവർക്ലോക്കിംഗ് എന്ന് പറയുന്നത് ഇതൊരു ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, എസ്പെഷ്യലി AMDയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ. ആൻഡ് ഓൾസോ ബ്ലെൻഡർ സോഫ്റ്റ്വെയറിന്റെ ഒരു റെൻഡറിംഗ് ബെഞ്ച് മാർക്കും കാണിച്ചിട്ടുണ്ട്. 12900K പ്രോസസ്സറും റൈസന്റെ 7000 സീരീസിലെ ഹയസ്റ്റ് മോഡലുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇതിൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും 31% റെൻഡറിംഗ് അല്ലെങ്കിൽ ബ്ലെൻഡർ ബെഞ്ച് മാർക്കിൽ 31% ഫാസ്റ്റർ ആണ് റൈസന്റെ 7000 സീരീസ് പ്രോസസ്സർ. സോ ഓവറോൾ സിംഗിൾ കോർ IPC ബൂസ്റ്റ് AMD പറയുന്നത് 15% ആണ്. ആൻഡ് ഈ 15% എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ ക്ലിയർ അല്ല, ബിക്കോസ് ഈ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട് AMDയുടെ എക്സിക്യൂട്ടീവ്സിന്റെ പല ഇന്റർവ്യൂസിലും ചെറിയ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് പല ഓൺലൈൻ ന്യൂസിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തത്, ബിക്കോസ് അവർ ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. സോ ഐ തിങ്ക് AMD കുറച്ചൊരു ലോവർ സൈഡിലോട്ട് പ്ലേ ചെയ്ത് നോക്കുവാണ്, അതായത് വലിയ പെർഫോമൻസ് ഉണ്ടാകും, 50%, 60% ഉണ്ടാകും, അങ്ങനെയൊക്കെ ഹെവി ആയിട്ട് ക്ലെയിംസ് ഒക്കെ പറഞ്ഞ് പിന്നീട് റിയൽ ടൈം ബെഞ്ച് മാർക്സ് അല്ലെങ്കിൽ ആക്ച്വൽ തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് ഒക്കെ വന്നു കഴിയുമ്പം അത് സെയിൽസിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ മേ ബി അതുകൊണ്ട് ചെറുതായിട്ട് AMD പല കാര്യങ്ങളും ഹൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണിച്ചേക്കുന്നത്. Can you just give some color on the 15% uplift? He's smiling. The thing that AMD has always endeavored to do is publish numbers that are highly reproducible, and we tend to err on the conservative side on purpose. We don't want to disappoint. We'd like to be realistic. This is still early in the life of making these CPUs real. 3 months, 4 months, however long it takes to get to the fall in terms of finalizing CPUs. So we guided greater than 15 because we definitely know it will be higher than 15, but how much higher will depend. ഈവൻ L3 ക്യാഷ് എത്രയാണെന്ന് നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല. L1 ഡബിൾ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ L3 ക്യാഷ് എത്രയാണെന്ന് അറിയത്തില്ല. L3 ക്യാഷ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പല ആപ്ലിക്കേഷൻസിലും. സോ L3 ക്യാഷിൻ്റെ കാര്യം ഡീറ്റെയിൽസ് അറിയത്തില്ല. അതേപോലെ പെർഫോമൻസിൻ്റെയും 15% ആണ് സിംഗിൾ കോറിലും. മൾട്ടി കോർ നോക്കുവാണെങ്കിൽ ബ്ലെൻഡർ ടെസ്റ്റിലൊക്കെ 30-35% റേഞ്ച് ആണ്. അതേപോലെ പല എഞ്ചിനീയറിംഗ് സാമ്പിൾസിൻ്റെയും പല ചൈനീസ് വെബ്സൈറ്റ്സിൽ ചെറിയ ബെഞ്ച് മാർക്സും കാര്യങ്ങളും അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, 30 to 40% ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ക്ലിയർലി AMD പല കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. മേ ബി നമുക്കൊരു വലിയ സർപ്രൈസ് ആയിരിക്കും വെച്ചേക്കുന്നത് AMD സൈഡിൽ നിന്ന്. സോ അതിനെക്കുറിച്ച് എന്തായാലും ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ അറിയത്തില്ല. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിവീൽ ആകും. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇടയ്ക്ക് AM5 സോക്കറ്റിൻ്റെ ഒരു റിയൽ, അതായത് ചിപ്പ് ഇൻസ്റ്റലേഷൻ്റെ ഒരു വീഡിയോ MSI ലീക്ക് ചെയ്തായിരുന്നു. MSIയുടെ ഏതോ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് ഇത് ലീക്ക് ആയത്. 7950X പ്രോസസ്സറിനെ AM5 സോക്കറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. സോ ഇവിടെ ക്ലിയർലി നമുക്ക് AM5 സോക്കറ്റിൻ്റെ റിയൽ ഫോട്ടോസും 7950Xൻ്റെ ഒരു എഞ്ചിനീയറിംഗ് സാമ്പിൾ മോഡലും കാണാൻ പറ്റും. സോ മാക്സിമം പ്രോസസർ റേഞ്ച് നോക്കുവാണെങ്കിൽ 7950X ആയിരിക്കും. 16 കോഴ്സ് ആൻഡ് 32 ത്രെഡ്സ് ആയിരിക്കും. ആൻഡ് TDPയുടെ കാര്യം AMD പറയുന്നത് മാക്സിമം 170 വാട്ട്സ് വരെ പോകാൻ ചാൻസസ് ഉണ്ടെന്നാണ്. 170 വാട്ട്സ് ആക്ച്വൽ TDP അല്ല, ഇതിൽ കുറച്ച് കൂടുതലായിരിക്കും റിയൽ യൂസേജിൽ, ബട്ട് 170 വാട്ട്സ് ആണ് AMD പറഞ്ഞത്. ആൻഡ് Ryzen 7000 സീരീസ് പ്രോസസ്സേഴ്സിൻ്റെ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് ഞാൻ പറഞ്ഞില്ല. 7000 സീരീസിലെ എല്ലാ പ്രോസസ്സേഴ്സും വിത്ത് iGPU ആയിരിക്കും വരുന്നത്. RDNA 2 ബേസ്ഡ് പവർഫുൾ ആയിട്ടുള്ള iGPU ആയിരിക്കും വരുന്നത്. എല്ലാ പ്രോസസ്സേഴ്സിനും വരും. സോ മേ ബി
ജി സീരീസിലെ പ്രോസസ്സേഴ്സ്, അതായത് APU സീരീസ് ഉണ്ടോ എന്നറിയത്തില്ല. ബിക്കോസ് iGPU ഉണ്ടെന്ന് പറയുമ്പം എല്ലാ പ്രോസസ്സേഴ്സും APUs ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സിൻ്റെ കൂടെയാണ് വരുന്നത്. സോ അതൊരു നോർമൽ കൺസ്യൂമർ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലെവൽ PC ബിൽഡ് ചെയ്യാൻ നോക്കുന്നവർക്ക് വേണ്ടി ഒരു വലിയ കാര്യമാണ്. ബിക്കോസ് ഇൻ കേസ് ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ജി സീരീസിലെ 1-2 പ്രോസസ്സേഴ്സ് മാത്രമുള്ളായിരുന്നു. ബട്ട് ഫ്യൂച്ചർ പ്രോസസ്സേഴ്സ് എല്ലാം APUs ആണ്, അല്ലെങ്കിൽ എല്ലാത്തിലും ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നു എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് വിത്തൗട്ട് ഗ്രാഫിക്സ് കാർഡ്സ് നമുക്ക് ഈസിലി റൈസൺ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്ത് ബിൽഡ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ബഡ്ജറ്റ് ഗെയിമേഴ്സിന് അത് നല്ലൊരു കാര്യമായിരിക്കും. പക്ഷേ ഈവൻ ദോ AMD അതിനെ ഒരു ഗെയിമിംഗ് iGPU ആയിട്ട് അല്ല അഡ്വർടൈസ് ചെയ്യുന്നത്. AMD പറയുന്നത് ജസ്റ്റ് ഡയഗ്നോസ്റ്റിക് പേർപ്പസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിംഗ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇവിടെയും ഒരു കാര്യം ക്ലിയർ അല്ല. ഇനി പവർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള RDNA to iGPU ഉള്ള ജി സീരീസ് പ്രോസസ്സേഴ്സ് വരുമോ എന്നുള്ളൊരു കാര്യം ക്ലിയർ അല്ല. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ AMD ഈ RDNA to iGPUവിനെ അത്രയ്ക്ക് ഹെവിലി അഡ്വർടൈസും ചെയ്യുന്നില്ല. സോ ഇതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ എന്നും നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. സോ എനിവേ Zen 4 ആർക്കിടെക്ചറിൻ്റെ കോർ ഡിസൈൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റും. 2 കോർ ചിപ്ലെറ്റ്സ് ആണ് മേളിൽ കാണുന്നത്. അതിൻ്റെ താഴെ ഒരു വലിയ iGPUവിൻ്റെ ചിപ്പാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്നത് IO ഡൈയിലേക്ക്. സോ ഇതാണ് Zen 4 ആർക്കിടെക്ചറിൻ്റെ ഒരു കോർ ഡിസൈൻ. സോ ഇതാണ് Ryzen 7000 സീരീസ് പ്രോസസ്സറിൻ്റെ IO ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഇന്റേണൽ ചിപ്പ് ഡിസൈൻ്റെ ഇമേജ്. ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് iGPUവിൽ തന്നെ എൻകോഡറും ഡീകോഡറും വരുന്നുണ്ട്. സോ എഡിറ്റിംഗ് ആൻഡ് സ്ട്രീമിങ്ങിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പ്രോസസ്സറിൻ്റെ ലൈനപ്പ് എന്തൊക്കെയാണ്, പ്രൈസിങ്ങും കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് ഫസ്റ്റ് റിലീസാണ് അല്ലെങ്കിൽ എല്ലാം റിലീസ് ആകുന്ന ഒരേ ടൈമിലാണോ, ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ക്ലിയർ അല്ല, ഇപ്പോഴേ അറിയത്തില്ല. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ എന്തായാലും പ്രൈസ് കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. ബിക്കോസ് ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പ്രൈസിങ് കുറച്ച് കൂടുതലാകാനാണ് ചാൻസസ്. ഇനി ഇൻറ്റിഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഇല്ലാത്ത പ്രോസസ്സേഴ്സ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ജി സീരീസിലെ വേറെ പ്രോസസ്സേഴ്സ് വരുമോ എന്നുള്ളതും കാര്യങ്ങൾ ക്ലിയർ അല്ല. നെക്സ്റ്റ് ഇനിവേഴ്സ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ AM5 സോക്കറ്റ് ആയിരിക്കും, LGA ബേസ്ഡ് ഒരു സോക്കറ്റ് ആയിരിക്കും വരുന്നത്. സോ ഇനി പ്രോസസ്സറിൽ പിൻസ് ഒന്നും ഉണ്ടാകത്തില്ല, മദർ ബോർഡിലായിരിക്കും എല്ലാം. ഇന്റലിന്റെ ആ ഒരു സെയിം ഡിസൈൻ സ്ട്രക്ചർ ആയിരിക്കും. AM5 സോക്കറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ AM4 സോക്കറ്റിനെ കുറിച്ചും ചില കാര്യങ്ങൾ ലീസാസു പറഞ്ഞായിരുന്നു. സോ ഓൾമോസ്റ്റ് കഴിഞ്ഞ 5 വർഷമായിട്ട് പല ജനറേഷൻ ഓഫ് പ്രോസസ്സേഴ്സ് AM4 സോക്കറ്റ് സപ്പോർട്ട് ചെയ്തായിരുന്നു. ടു ബി പ്രിസൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു സോക്കറ്റിൽ തന്നെ 5 CPU ആർക്കിടെക്ചേഴ്സ് വന്നു. more than 125 പ്ലസ് പ്രോസസ്സേഴ്സും 500 മദർബോർഡ്സുമാണ് AM4 സോക്കറ്റിൽ ഇതുവരെ വന്നത്. ആൻഡ് ഇതിനെക്കുറിച്ചും ലീസാസു കോമ്പ്യൂടെക്സിൽ കൺഫേം ചെയ്തായിരുന്നു. AM4 സോക്കറ്റിന് എല്ലാ സപ്പോർട്ടും സർവീസും കാര്യങ്ങളും ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫ്യൂച്ചർ വരാനിരിക്കുന്ന ഇയേഴ്സിൽ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അതേപോലെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്ന്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. AM4 സോക്കറ്റ് ഇപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ളൊരു സോക്കറ്റ് തന്നെയാണ്. പ്രോസസ്സേഴ്സ് ഇപ്പോഴും നല്ല പ്രോസസ്സേഴ്സ് ആണ്. ഈവൻ ദോ ഫ്യൂച്ചർ 7000 വന്നാലും DDR4 യൂസ് ചെയ്യുന്നവർക്ക് AM4 സോക്കറ്റ് ഒരു വലിയൊരു സംഭവം തന്നെയായിരിക്കും. ആൻഡ് അതിന് എല്ലാ രീതിയിലുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ടും അതർ സപ്പോർട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുമെന്നാണ് കൺഫേം ചെയ്തത് AMD. അതുമാത്രമല്ല മേ ബി AM4 സോക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സേഴ്സും ഫ്യൂച്ചറിൽ വരാൻ ചാൻസസ് ഉണ്ട്. അതായത് ബഡ്ജറ്റ് സീരീസിൽ വരുന്ന ഇപ്പം Ryzen 4100, 4500 ഇതുപോലത്തെ പ്രോസസ്സേഴ്സ് വന്നിട്ടുണ്ട്, പഴയ ആർക്കിടെക്ചർ Zen 2 ആർക്കിടെക്ചർ ബേസ്ഡ് ഒക്കെ. സോ മേ ബി DDR4ലും AM4 സപ്പോർട്ട് ചെയ്യുന്ന മേ ബി Zen 3 ബേസ്ഡ് വേറെ ഏതെങ്കിലും ഒക്കെ പ്രോസസ്സേഴ്സും വരാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ AM4 സോക്കറ്റിനെ കംപ്ലീറ്റ്ലി AMD വിട്ടിട്ടില്ല, അതിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും മേ ബി ഫ്യൂച്ചർ പ്രോസസ്സേഴ്സും ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടെന്ന് പല ലീക്സും പറയുന്നുണ്ട്. ആൻഡ് ഇപ്പോഴും ടു ബി ഫ്രാങ്ക് AM4 സോക്കറ്റ് അല്ലെങ്കിൽ റൈസൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ഓഫ് പ്രോസസ്സേഴ്സ് എല്ലാം തന്നെ നല്ല പ്രോസസ്സേഴ്സ് തന്നെയാണ്. വാല്യൂ ഫോർ മണി, എഫിഷ്യൻസി വൈസ്, പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ AM4 സോക്കറ്റ് വരുന്ന ഓൾമോസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സേഴ്സും നല്ലത് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് കമ്മിങ് ടു AM5 സോക്കറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ AM5 സോക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ LGA ഡിസൈൻ ആണ്. LGA എന്ന് പറയുമ്പം ലാൻഡ് ഗ്രിഡ് അറേ. സോ AM5 സോക്കറ്റിൽ ടോട്ടൽ പിൻസ് വരുന്നത് 1718 പിൻസ് ആയിരിക്കും. 170 വാട്ട്സിൻ്റെ TDP സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. PCIe Gen 5 സപ്പോർട്ട് ഉണ്ടാകും. DDR5 സപ്പോർട്ടും വരുന്നതായിരിക്കും. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് നോക്കുവാണെങ്കിൽ 24 PCIe Gen 4 ലെയിൻസ് ഉണ്ടാകുന്നതായിരിക്കും. അതും സ്റ്റോറേജ് ആൻഡ് ഗ്രാഫിക്സ് രണ്ടിനും വേണ്ടിയാണ്. 14 ഹൈ സ്പീഡ് USB 3.2 സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതും 20 Gbps സ്പീഡിന്റെ. അതുമാത്രമല്ല AM5 സോക്കറ്റ് മദർബോർഡ്സിൽ ലേറ്റസ്റ്റ് Wi-Fi 6E ബാൻഡ് വയർലെസ് സപ്പോർട്ട് വരുന്നതാണ്. ഓൺബോർഡ് മദർബോർഡിൽ തന്നെ 4 HDMI 2.1 സപ്പോർട്ട് വരുന്നതായിരിക്കും. സോ 4 HDMI പോർട്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ Ryzen പ്രോസസ്സേഴ്സ് എല്ലാം ഇന്റിഗ്രേറ്റഡ് ഗ്രാഫിക്സിന്റെ കൂടെയാണ് വരുന്നത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ 4 ഡിസ്പ്ലേസ് യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, മേ ബി ട്രേഡിംഗ് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക്, മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് 4 എക്സ്റ്റേണൽ ഡിസ്പ്ലേ പവർ ചെയ്യാൻ പറ്റും.
സോ അതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനത്തെ എന്തെങ്കിലും യൂസ് കേസ് സിറ്റുവേഷൻ ഉള്ളവർക്ക് നല്ലൊരു കാര്യമാണിത്. ആൻഡ് ഡിസ്പ്ലേ പോർട്ടും 2 സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ആസ് ഓഫ് നോ 3 സീരീസ് ബോർഡ്സ് ആണ് ഡിസ്ക്ലോസ് ചെയ്തത്. X670E, X670 നോർമൽ ആൻഡ് B650. X670E എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ലെവലാണ്, ഏറ്റവും ഹയസ്റ്റ് മോഡലാണിത്. സോ ഇതിൽ എക്സ്റ്റെൻസീവ് ഓവർ ക്ലോക്കിംഗ് ഫീച്ചേഴ്സ് ആയിരിക്കും വരുന്നത്. PCI Gen 5 എല്ലാത്തിലും സപ്പോർട്ട് വരുന്നതായിരിക്കും. ഗ്രാഫിക്സ് കാർഡ്, സ്റ്റോറേജ് എല്ലാത്തിലും PCI Gen 5 സപ്പോർട്ട് ഉണ്ടാകുന്നതായിരിക്കും. X670 നോർമൽ X670 നോക്കുവാണെങ്കിൽ എന്തൂസിയാസ്റ്റ് ലെവൽ എന്നാണ് പറയുന്നത്. ഓവർ ക്ലോക്കിംഗ് സപ്പോർട്ട് ചെയ്യും. Gen 5 സ്റ്റോറേജിലും ഗ്രാഫിക്സിലുമാണ് വരുന്നത്. നെക്സ്റ്റ് B650 ഒരു മിഡ് റേഞ്ച് കാറ്റഗറിയാണ്, നമ്മുടെ B550 പോലത്തെ. സോ ഇവിടെ സ്റ്റോറേജിൽ മാത്രമാണ് Gen 5 സപ്പോർട്ട് വരുന്നത്. ഗ്രാഫിക്സിൽ Gen 5 വരുന്നില്ല, Gen 4 മാത്രമേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് AM5 സോക്കറ്റ് ബേസ്ഡ് മദർ ബോർഡ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും AMD ഡിസ്ക്ലോസ് ചെയ്തത്. ആൻഡ് ഓൾസോ പല ബ്രാൻഡ്സിന്റെയും ടോപ്പ് ഓഫ് ദ ലൈൻ മദർ ബോർഡ്സിന്റെയും ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, ഏതൊക്കെയായിരിക്കും മദർ ബോർഡ്സ് എന്ന്. ആസ്റോക്ക്, ഗിഗബൈറ്റ്, അസ്യൂസ്, MSI ഇതുപോലത്തെ ബ്രാൻഡ്സിന്റെ എല്ലാം ടോപ്പ് ഓഫ് ദ ലൈൻ്റെ കുറച്ച് മദർ ബോർഡ്സിന്റെ സംഭവങ്ങളും കാണിച്ചായിരുന്നു. സോ ഇതാണ് AMD Ryzen 7000 സീരീസ് പ്രോസസ്സേഴ്സിന്റെയും പുതിയ AM5 സോക്കറ്റ് ബേസ്ഡ് മദർ ബോർഡ്സിന്റെയും AMD അനൗൺസ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പ്രൈസിങ്ങിന്റെ കാര്യങ്ങളൊന്നും ഇപ്പോഴേ അറിയത്തില്ല. fall of 2022 ആണ് പറയുന്നത്. സോ ഒക്ടോബർ ടു ഡിസംബർ ഈ ഇടയ്ക്കായിരിക്കും വരുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്തായാലും 2-3 മാസം കഴിയുമ്പം ഒബ്വിയസ്ലി ഒന്ന് തുടങ്ങും. സോ ഇൻ ബ്രീഫ് പറയുവാണെങ്കിൽ Zen 4 ബേസ്ഡ് 5 നാനോമീറ്റർ പ്രോസസ്സിൽ വരുന്നതാണ് Ryzen 7000 സീരീസ് പ്രോസസ്സേഴ്സ്. DDR5 റാംസ് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ പുതിയ AM5 സോക്കറ്റ് ബേസ്ഡ് മദർ ബോർഡ്സ്. പ്രോസസ്സേഴ്സിലും മദർ ബോർഡ്സിലും ഫ്യൂച്ചർ ജനറേഷൻ PCI Gen 5 സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 15% ആണ് പഴയ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസിൽ അപ്ലിഫ്റ്റ് പറയുന്നത്. 15% ഒബ്വിയസ്ലി പല ലീക്സ് പറയുന്നത് ട്രൂ അല്ല എന്നാണ്. അതിൽ കൂടുതലാണ് പെർഫോമൻസ് അപ്ലിഫ്റ്റ്. AMD പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൈൻഡ് ഓഫ് എ അണ്ടർ പ്ലേ ആണ് AMD കാണിക്കുന്നതെന്നാണ് പല ലീക്സും പല ടെക് എന്തൂസിയാസ് അല്ലെങ്കിൽ പല ടെക് ജേർണലിസ്റ്റും പറയുന്നത്. ആൻഡ് ഇംപ്രസീവ് ആയിട്ടുള്ള സ്പീഡ്സും എഫിഷ്യൻസിയാണ് AMD ക്ലെയിം ചെയ്യുന്നത്. 5.5 GHz വരെ മാക്സ് ബൂസ്റ്റ് ഈസിലി പോസിബിൾ ആയിരിക്കും എന്നാണ് AMD ക്ലെയിം ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി Ryzen 7000 സീരീസ് പ്രോസസ്സേഴ്സ് നല്ല പവർഫുൾ കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് തന്നെയായിരിക്കും. പ്രൈസും കാര്യങ്ങളുമാണ് എന്തായാലും അറിയേണ്ടത്. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആകും. എങ്ങനെയാണ് പ്രൈസ് ടു പെർഫോമൻസിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും എന്ന് ഫ്യൂച്ചർ തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് ഒക്കെ വന്നാലേ നമുക്ക് ക്ലിയർലി പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഹൈ പെർഫോമിംഗ് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബെസ്റ്റ് പ്രോസസ്സർ ലൈനപ്പാണ് AMD നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല കോമ്പറ്റെക് ഷോയിൽ 1-2 വേറെ കാര്യങ്ങളും കൂടി AMD ഡിസ്കസ് ചെയ്തായിരുന്നു. അതെന്തായാലും അടുത്ത ഹോട്ട് ന്യൂസ് സെഗ്മെന്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ എന്തായാലും 7000 സീരീസും AM5 സോക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോ എനിക്കറിയാം പഴയ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ പഴയ ആ ഒരു ലെവൽ വരെ എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. 2-3 മാസം കഴിഞ്ഞ് എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നതായിരിക്കും. എനിവേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.